ഋഷിക്കും ഗോപികയ്ക്കും അറിയില്ല, ഒന്നും അറിയില്ല. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. ഇനിയെല്ലാം മുകളിലിരിക്കുന്ന ദൈവത്തിന്റെ കൈകളില. ആരെങ്കിലും അകത്തുകാരെ കണ്ടോ? ഇല്ല, ഇതുവരെ ആരെയും അകത്തോട്ട് കയറ്റിയിട്ടില്ല. ഇതെല്ലാം ഋഷിയുടെ എടുത്തിയാട്ടം കൊണ്ടുണ്ടായതാ. ജാതകദോഷമുള്ള ഗോപികയെ വിവാഹം കഴിക്കരുതെന്ന് അവനോട് കാല് പിടിച്ച് ഞാൻ കെഞ്ചി പറഞ്ഞല്ലേ, കേട്ടില്ലല്ലോ. അവനപ്പോ സ്വന്തം ജീവനൊക്കെ വലുത് ഗോപികയായിരുന്നു. എന്നിട്ടിപ്പ എന്തായി? വെറുതെ ഒന്നും ഒരു ജോത്സ്യനും ആർക്കും ജാതകദോഷം ഉണ്ടെന്ന് പറയില്ല. അത് പാവ എന്റെ മോൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാ അവനിപ്പോ ഇതിനകത്ത് കിടന്ന് പ്രാണവേദന അനുഭവിക്കുന്ന. ഈ ആക്സിഡന്റ് വെറുതെ സംഭവിച്ചല്ല, ഗോപികയുടെ ജാതകദോഷം കൊണ്ട് തന്നെ ഉണ്ടായത്. എന്താ അങ്ങനെയല്ല എന്ന് ദേവികയ്ക്ക് പറയാനാവോ? മാഡം, അത് കൺമുമ്പിൽ ഒരു സംഭവം ഉണ്ടായിട്ടേ എങ്ങനെ കണ്ടില്ലെന്ന് വെക്കാനാ? ഋഷി ഗോപികയുടെ കഴുത്തിൽ കിട്ടിയ താലി അന്ന് ആ പന്തലിൽ വെച്ച് തന്നെ അഴിച്ചു മാറ്റിക്കണമായിരുന്നു. ദേ, കാലക്കേടിന് നമുക്കാർക്കും അത് തോന്നിയുമില്ല. ഞാൻ പറഞ്ഞതാണല്ലോ, അപ്പോ ആരും എന്റെ കൂടെ നിന്നില്ല. എന്തായാലും ഋഷിയുടെയും ഗോപികയുടെയും കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുത്തേ മതിയാവും. ഇനി എന്ത് തീരുമാനം എടുക്കാനാ? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? തീരുമാനം ഇനി എടുക്കാം. നമുക്ക് വലുത് നമ്മുടെ ഋഷിയുടെ ജീവനല്ലേ. എന്നാ പിന്നെ നീ എന്താ മനസ്സിൽ കാണുന്നെന്ന് പറയ്. പറയുമോളെ, എന്താ നിന്റെ തീരുമാനം? എനിക്ക് ഒരു തീരുമാനമേ ഉള്ളൂ. ഋഷി ഈ ആശുപത്രി കിടക്ക വിട്ടെഴുന്നേറ്റാൽ അടുത്ത ദിവസം ഋഷിയും ഗോപികയും തമ്മിലുള്ള ഡിവോഴ്സ് നടന്നിരിക്കണം. അത് ഞാൻ നടത്തിയിരിക്കും. മലനിരയുടെ നെഞ്ചുപൊ